ബോട്ടിൽ ഗാർഡ് അല്ലെങ്കിൽ ലോക്കി എന്ന് ഹിന്ദി പറയും, ചുരയ്ക്കാന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതിൻ്റെ ഒരു കൂട്ടാനാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ലതാണ്. ഹിന്ദിയിൽ ഇതിന് ലോക്കിക്ക് സൂഖി സബ്ജി എന്ന് പറയും. ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ചാറോട് എടുക്കാം. ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വളരെ നല്ല സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനാണ്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണെന്ന് പറയാം. അടുപ്പത്ത് വെച്ച് ഞാൻ ഇച്ചിരി മലയാളീകരിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ശകലം ജീരകം, ഉള്ളി, ഒരു പച്ചമുളക് എരിക്കനുസരിച്ച് ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരക്കയും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് നല്ലതുപോലെ വഴറ്റണം. നല്ലതുപോലെ ഇളക്കി വഴറ്റി അടച്ച് വെച്ച് വേവിച്ച് വെച്ചാൽ മതി. എരിയും ഉപ്പൊക്കെ സ്വാദനുസരിച്ചാണോ നോക്കിക്കോണം. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വേകുന്ന നേരം കൊണ്ട് ഇവിടെ ചപ്പാത്തിക്കുള്ളത് ആട്ടാ ഞാൻ കുഴയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് വേകണം. അപ്പോൾ ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ അറിയാം എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് ശകലം തേങ്ങാപ്പാൽ ഒഴിക്കുവാണ്. അപ്പോൾ വേറൊരു ലെവലാണ്, സ്വാദ് അങ്ങ് മാറും. ഇത് ഒന്ന് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടാക്കി, ചൂടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് ചെറിയൊരു തിള പൊട്ടുമ്പോൾ ഓഫ് ചെയ്തേക്കാം. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും നാനും ഒക്കെ ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു കൂട്ടാനാണ്. അപ്പോൾ ഇനി ഞാൻ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കട്ടെ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വേണം ഇവിടെ കാപ്പി കുടിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഫുൽക്ക ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കാപ്പി കുടിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ ചുരക്കയുടെ കൂട്ടാൻ നല്ലതാണ്. വേറെ രീതിയിലും ഉണ്ടാക്കും. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ രീതിയിലുള്ള റെസിപ്പീസ് പിന്നീട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും അടുത്തൊരു ചാനലുമായിട്ട് വരാം. അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അപ്പോൾ ഇതൊക്കെ പോയെന്ന് കഴിക്കട്ടെ. ശകലം അച്ചാറും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ കടുമാങ്ങ അച്ചാർ എരി കൂടുതൽ വേണ്ടുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ശരി, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.